ഇതെന്താണെന്നായിരിക്കും ഇപ്പം നിങ്ങൾ കരുതുന്നത്. ഇത് 1985 മാരുതി 800 ss80 എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്ന വെഹിക്കിൾ തന്നെയാണ്. നിങ്ങളിപ്പോൾ ആദ്യം കണ്ടിരുന്നത് വെച്ചത് അതിൻ്റെ കുറച്ച് പ്രത്യേകതകളാണ്. ഇന്ത്യയിൽ ഇത് ഡോൾഫിൻ എന്നുള്ള തെറ്റായ പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് വെച്ചാൽ. ആ കാലഘട്ടത്തിൽ സിപ്പാനിയുടെ ഡോൾഫിൻ എന്ന് പറഞ്ഞ മോഡൽ ഉണ്ടായിരുന്നു. അത് ഏകദേശം ഈ വണ്ടിയായിട്ട് സാമ്യമുള്ളൊരു മോഡലായിരുന്നു. ആ കാലഘട്ടത്തിൽ കുറച്ച് പുതിയ ഓപ്ഷനായിട്ടാണ് ss80 വന്നിരുന്നത്. അതിലൊന്നാണ് ഈ വിൻഷീൽഡ് വാഷർ. ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് എഞ്ചിൻ റൂമിൻ്റെ അകത്തുനിന്നാണ്. ഇപ്പോഴും ഇത് കാണുന്നവർക്കൊരു പുതിയ അനുഭവമാണ്. പിന്നെ ss80യുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിൻ്റെ ഡിക്കി ഡോറ്, അത് ഗ്ലാസ് മാത്രം പൊങ്ങിയിരുന്ന വെച്ചൊരു സിസ്റ്റമാണ്. ഇപ്പോഴും ഈ മോഡലിൽ മാത്രമേ ഉള്ളൂ അങ്ങനെയൊരു ഓപ്ഷൻ. പിന്നെ ഇതിൻ്റെ ഹുഡ് തുറക്കുന്നത്, അതായത് ബോണറ്റ് തുറക്കുന്നത്, അതിങ്ങനെയൊരു പ്രസ് ബട്ടൺ രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ss80യിലും വന്നിട്ടുണ്ട്. പിന്നെ 86, 87 SB308ലും ഇങ്ങനൊരു പ്രത്യേകത ഉണ്ട്. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ടൂൾ കിറ്റും ജാക്കിയും. ഇതെല്ലാം വന്നിരുന്നത് വെച്ചാൽ എഞ്ചിൻ റൂമിൻ്റെ അകത്താണ്. പിന്നെ ഒരു ss80യുടെ മറ്റൊരു പ്രത്യേകതയാണ് അതിൻ്റെ എയർ ഫിൽറ്ററിലേക്കുള്ള ഇൻടേക്ക്. അത് നമുക്ക് ഹോട്ട് എയറും വാം എയറിലേക്കും നമുക്ക് തന്നെ കൺവേർട്ട് ചെയ്തിടാം. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് എഞ്ചിൻ റൂമിൻ്റെ അകത്ത് വന്നിരുന്ന വെച്ചാൽ ഇൻസ്ട്രക്ഷനാണ്. കാലപ്പഴക്കത്തിൽ കുറച്ച് ഡാമേജ് പറ്റിയിട്ടുണ്ട്, പക്ഷെ കളയാൻ മനസ്സ് വരാത്ത കാരണം അങ്ങനെ നിലനിർത്തിയേക്കുന്നത്. ഇതിന് കമ്പനി അന്ന് വന്നിരുന്നത് സെഞ്ചർമൻ എന്ന് പറഞ്ഞ റെഡാണ്. ആ കളറാണ് ഇപ്പോൾ നിലവിൽ സെയിം കളർ തന്നെയാണ് ഇപ്പോൾ അതിൽ ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ സെയിം കാഴ്ചയിൽ സെയിം കളറായിട്ട് തന്നെ ഇത് കഴിഞ്ഞിട്ട് 86 SB308 എന്ന് പറഞ്ഞ മോഡലിൽ സെയിം ഇത് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അത് സെയിം തന്നെ, പക്ഷേ ആപ്പിൾ റെഡ് എന്നായിരുന്നു അതിൻ്റെ പേര്. പിന്നെ ഇതിൻ്റെ പുറമേ നിന്ന് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ കോസ്മെറ്റിക് സാധനങ്ങളിൽ ഈ കാണുന്ന വാട്ടർ ചാനൽ ബീഡിങ് ഇതിപ്പോൾ നമുക്ക് അവൈലബിൾ അല്ല. ഇത് ഇപ്പോഴും പല വണ്ടികളിൽ റയറായിട്ട് കണ്ടുവരുന്നൊരു അലൂമിനിയം ബീഡിങ് ആണിത്. പിന്നെ ഇത് സ്റ്റാൻഡേർഡ് വെഹിക്കിളാണ്. സ്റ്റാൻഡേർഡ് വെഹിക്കിളിന് ആൻറ്റിന വരുന്നില്ല. അപ്പം അന്ന് കമ്പനി തന്നെ ഇതേപോലെയുള്ളൊരു റബ്ബർ ഗ്രോമറ്റ് വെച്ച് ആ ഓപ്ഷൻ അടച്ചു കളഞ്ഞേക്കാണ്. ഇതും ഈ ചെറിയ സൈസ് ഗ്രോമറ്റൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ ഭയങ്കര പ്രയാസമാണ് കിട്ടാനായിട്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഔട്ട് സൈഡ് മിറർ ഇതും ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഇതൊക്കെ പ്രൊഡക്ഷൻ നിർത്തിപ്പോയ കാരണം കിട്ടാൻ ഭയങ്കര പ്രയാസമുള്ളൊരു ഐറ്റമാണ്. പിന്നെ ഡോറിൽ വരുന്ന ഈ ക്രോം ബീഡിങ്, ഇത് ss80യിൽ മാത്രമേ ഇങ്ങനെ ഒരു ക്രോം ബീഡിങ് വരുന്നുള്ളൂ. ഇതും ഇപ്പോൾ കിട്ടാൻ പ്രയാസമാണ്. പിന്നെ ഈ മോഡലിൽ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ആദ്യം കാണുന്നത് ഫ്രണ്ട് ഗ്രില്ലാണ്. ഗ്രില്ലിൽ മാരുതി സുസുക്കി 800 ഡീലക്സ് ആണ്. ഡിലക്സ് എന്നും പറഞ്ഞ് വരുമായിരുന്നു. ഇപ്പം അത് ഞാൻ റീപ്ലേസ് ചെയ്തേക്കാണ് സുസുക്കി എന്നുള്ളത്. പിന്നെ വരുന്ന ഹെഡ്ലൈറ്റ് ഇത് റീപ്ലേസ്ഡ് ആണ്. ഒറിജിനൽ വരുന്നത് സീൽഡ് ബീമായിട്ടുള്ളതാണ്. ബൾബ് മാറ്റാൻ പറ്റാത്തുള്ള രീതിയിലുള്ള ഒരു സീൽഡ് ബീമാണ്. അതിലൊരു 3 പോയിൻ്റ് ഉണ്ടാവും. അതാണ് ഒറിജിനലാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ബമ്പർ അത് മെറ്റൽ ബമ്പറിലാണ് വന്നിരുന്നത് വെച്ചാൽ. ഈ മോഡലിൽ മാത്രം വരുന്ന മെറ്റൽ ബമ്പർ. പിന്നീടുള്ള ഐറ്റംസിനൊക്കെ പ്ലാസ്റ്റിക് ബമ്പറായിരുന്നു. അതേപോലെ തന്നെ അതിൻ്റെ ഇൻഡിക്കേറ്ററും പാർക്ക് ലൈറ്റും ഇതൊരു ഒറ്റ ഷെയ്ഡ് ഓറഞ്ച് ഷെയ്ഡിലാണ് അന്ന് വന്നിരുന്നത് വെച്ചാൽ. ഒറിജിനലിൽ അത് ടോക്കായ് ഡെൻസോ എന്നുള്ളൊരു ലെറ്ററിങ് നമുക്ക് കാണാം. ഇതിൻ്റെ റേഡിയേറ്റർ വരുന്നത് ഒരു ഗോൾഡൻ കളർ ബ്രാസിലായിരുന്നു വന്നിരുന്നത് വെച്ചാൽ. ഇത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് നിലവിൽ. അതിൽ ബ്രാസിൽ ജാപ്പനീസ് ലെറ്ററിങ് ഉണ്ടാവും അതിൽ. അതേപോലെ തന്നെ ഇത് AC രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നിലവിൽ ഡിലക്സിൽ മാത്രമേ AC ആണ് വരുന്നുള്ളൂ. ഇത് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് AC ഇല്ല. ഇതിപ്പം രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നതാണ്. നിലവിലിത് R13R ഗ്യാസാണ് ഫില്ല് ചെയ്തേക്കുന്നത്. ഇപ്പോൾ വരുന്ന വണ്ടികളിൽ വരുന്ന ഗ്യാസ്. പഴയ കാലത്ത് അത് R12 ഗ്യാസ് ആയിരുന്നു ഡീലക്സ് വണ്ടിയിൽ വന്നിരുന്നത് വെച്ചാൽ. അത് പരിസ്ഥിതി പ്രശ്നമൊക്കെ ഉള്ളതിൻ്റെ പേരിൽ നമുക്ക് അപ്പോൾ ഇത് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ R134A ഗ്യാസിൻ്റെ യൂണിറ്റ് തന്നെയാണ് അത് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. നിലവിലിത് സ്റ്റോക്ക് എഞ്ചിനാണ്, വേറെ മോഡിഫിക്കേഷൻ ഒന്നുമില്ല. ഇതിൽ ഒറിജിനാലിറ്റി അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഇതിൽ ഒറിജിനൽ വരുന്ന മിക്കുണി കാർബ്, നിപ്പോ ഡെൻസോ ഡിസ്ട്രിബ്യൂട്ടർ. നിലവിലത് ഡിസ്ട്രിബ്യൂട്ടർ ഞാൻ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഈ ലൂക്കാസ് മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. നിലവിൽ അത് റെഡ് കളറിലാണ് നിപ്പോ ഡെൻസോയുടെ ഒറിജിനൽ വന്നിരുന്നത് വെച്ചാൽ. അതിൽ നിപ്പോ ഡെൻസോ എന്നുള്ള സ്റ്റിക്കറും വരും. നിലവിലത് ഞാനത് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിലുള്ളൊരു ചേഞ്ച്. അതേപോലെ തന്നെ എൻജിൻ്റെ മുകളിൽ ഒറിജിനൽ സുസുക്കി എന്നുള്ളൊരു പഞ്ചിങ്ങിൽ കാണാം. നമ്മുടെ സൈഡ് ഫെൻഡറിലേക്ക് പോയി കഴിഞ്ഞാൽ അതിലും ഈ പറഞ്ഞ തന്നെ ഒറിജിനൽ ആണെങ്കിൽ ടോക്കിയോ ഡെൻസോ എന്നുള്ളൊരു ലെറ്ററിങ് ആണ്.
നമുക്ക് വീലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വീൽ മാറിയിട്ടുണ്ട് ഇപ്പം നിലവിൽ. ഇത് 13 ഇഞ്ചിലേക്ക് ഞാൻ അപ്സൈസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒറിജിനൽ വരുന്നത് 12 ഇഞ്ചാണ്. അത് നൈലോൺ റിപ്പ് ടയർ ആയിരുന്നു. അതിൻ്റെ സെൻറ്ററിലൊരു ക്രോം വീൽ കപ്പൊക്കെ അടക്കം ആയിരുന്നു അന്ന് വന്നിരുന്നത് വെച്ചാൽ. നിലവിൽ അത് ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്ക് സൈഡ് നോക്കുവാണെങ്കിൽ ബാക്ക് സൈഡിൽ അതിൽ ടോക്ക് ഗൈഡൻസ് എന്നുള്ള ലെറ്ററിങ് നമുക്ക് കാണാം. പിന്നെ അത് ആൽഫ ടോയ് എന്ന് പറഞ്ഞ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ ഒരു ക്രോം ലൈനിങ് വന്നിരുന്ന സ്റ്റിക്കറിൽ 2 സ്റ്റിക്കർ അടിയിലായിട്ട്. അതുപോലെ തന്നെ അവിടെ 800 എന്നുള്ള എംബ്ലവും വലത് സൈഡിൽ മാരുതി സുസുക്കി എന്നുള്ള എംബ്ലം. ഡീലക്സിന് സെപ്പറേറ്റ് ഒരു ലെഫ്റ്റ് സൈഡ് ഒരു എംബ്ലം കൂടി വന്നിരുന്നു ആ സമയത്ത്. ബാക്ക് സൈഡും മെറ്റൽ ബമ്പർ തന്നെയാണ്. അതൊരു ഹാഫ് റൗണ്ട് ബോൾട്ട് കാണാം. അതും ഇപ്പോൾ ഒരു റെയർ ആയിട്ടുമാണ് കിട്ടാനായിട്ട്. അടിയിൽ നോക്കുകയാണെങ്കിൽ നമുക്കിതിൽ ലീവ് സസ്പെൻഷൻ കാണാം. സാധാ ഇതിൽ കയാവയുടെ ഒരു സസ്പെൻഷനാണ് ഞാനിപ്പോൾ അത് വെച്ചിരിക്കുന്നത്. അതിൽ തന്നെ സൈഡിൽ ഇതേപോലെ തന്നെ ഒരു ക്രോം ഫിൻസ് വരുന്നുണ്ട്. അതിൻ്റെ നടുക്ക് അത് പ്ലാസ്റ്റിക്കാണ്. അത് ഇപ്പോൾ കാലപ്പഴക്കത്തിൽ അതിൻ്റെ ക്രോം മങ്ങിപ്പോയിട്ടുണ്ട്. അതേപോലെ തന്നെ അന്നത്തെ PDA OK സ്റ്റിക്കറാണ് ഈ കാണുന്നത്. ആ സ്റ്റിക്കർ അല്പം മങ്ങിപ്പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഗ്ലാസ്സുകളിലെല്ലാം സുസുക്കിയാണ് വരുന്നത്. അതേപോലെ തന്നെ ഇതാണ് വാട്ടർ ചാനൽ ബീഡിങ്. അതേപോലെ തന്നെ ഫ്രണ്ട് ഡോറിലേക്ക് നോക്കുകയാണെങ്കിൽ അതിൽ ടയർ എയർ പ്രഷറിൻ്റെ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. അതിലും ചെറിയൊരു ഡാമേജ് വന്നിട്ടുണ്ട്. നിലവിൽ ഈ വണ്ടിയിൽ കമ്പനി പെയിൻറ്റഡാണ് അണ്ടർ ബോഡി. സെയിം ആ കളർ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഞാൻ റീപെയിൻറ്റ് ചെയ്തിട്ടില്ല. ശരിക്കും ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും 8 വർഷം മുമ്പ് ഞാൻ എടുക്കുന്നതിന് മുമ്പുള്ള എൻ്റെ പഴയ ഓണർക്കാണ്. ഈ വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് നോക്കുവാണെങ്കിൽ അതിലാണ് നമുക്ക് സ്റ്റാൻഡേർഡും ഡീലക്സും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണാൻ പറ്റുക. നമുക്ക് ഡീലക്സ് വരാൻ നേരത്ത് അവിടെ ഒരു ഡിജിറ്റൽ ക്ലോക്ക് വരും. അതേപോലെ തന്നെ ഫാനിൻ്റെ സ്വിച്ചിൽ തന്നെ ആയിരിക്കും AC-യുടെ നോബും. അതേപോലെ തന്നെ അവിടെ ഒരു കാസറ്റ് പ്ലെയർ വരും. ഇവിടെ ഒരു സിഗരറ്റ് ലൈറ്റർ വരും. നിലവിൽ ഈ വെഹിക്കിളിൻ്റെ ഒറിജിനാലിറ്റി കളയാതിരിക്കാൻ ആ ഓപ്ഷൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ഡിലക്സിൽ അവിടെ ഒരു സീറ്റ് ബെൽറ്റ് വരും. ആ പില്ലറിൻ്റെ അവിടെ ഇപ്പോൾ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഒരു വൈറ്റ് ബട്ടൺ. ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ സീറ്റിലാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തതെന്ന് വെച്ചാൽ. ഇതിൽ ബ്ലാക്കിൽ സെൻറ്റർ ഒരു ചെക്ക് ക്ലോത്തിങ്ങും 2 സൈഡ് റെഡ് പൈപ്പിംഗ് ആയിട്ടാണ് അന്ന് ഒറിജിനൽ സീറ്റ് വന്നിരുന്നത് വെച്ചാൽ. പിന്നെ ss80 ഉപയോഗിക്കുന്ന ഒരു പ്രശ്നമായിരുന്നു ഈ ഗ്ലോ ബോക്സ്. ഈ കാലപ്പഴക്കത്തിൽ ഈ ഇവിടം ഭാഗത്തു നിന്ന് നമുക്ക് വിട്ട് കയ്യിൽ പോരും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇതിൽ ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിപ്പോൾ നിലവിലത് മാഗ്നറ്റിലാണ് നിർത്തിയിരിക്കുന്നത്. പിന്നെ ss80 ഉപയോഗിക്കുന്നവർ നേരിടുന്നൊരു പ്രധാന പ്രശ്നമാണ് ഈ വെതർ സ്ട്രിപ്പ്. കാലപ്പഴക്കത്തിൽ ഇത് ഡാമേജ് വന്ന് ഈ ഗ്ലാസ് താത്താൻ നേരത്ത് ഇതിൽ മണ്ണും പൊടിയിരുന്ന് ഗ്ലാസ്സിൽ സ്ക്രാച്ച് വീഴും. അപ്പോൾ ഇതൊന്ന് നമുക്ക് കിട്ടാനില്ലാത്ത ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ പരിപാലിച്ചാൽ മാത്രമേ നമുക്ക് ഈ വണ്ടി കൊണ്ടുനടക്കാൻ നേരത്ത് ഇത് ഗ്ലാസ്സൊക്കെ താത്തി ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ പഴയ വണ്ടി എടുക്കുന്നവർക്കുള്ളൊരു മെയിൻ വെല്ലുവിളിയാണ് ഫ്രണ്ട് വിൻഷീൽഡ്. ഇത് പലരും വൈപ്പർ ബ്ലേഡൊന്നും മാറ്റാതെ ഫ്രണ്ട് വിൻഷീൽഡ് കംപ്ലീറ്റ് സ്ക്രാച്ച് വീഴും. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാത്രി കാലങ്ങളിലും മഴക്കാലത്തും നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. ബാക്ക് സൈഡിൽ നിന്ന് ഗ്ലാസ് നോക്കി നോക്കുവാണെങ്കിൽ അവിടെ ഒരു സ്പീക്കറിന് ഓപ്ഷൻ വരും ഡിലക്സിന്. നമ്മൾ സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് അതില്ല. അതേപോലെ തന്നെ ഇവിടെ ഒരു സീറ്റ് ലോക്ക് വരും. എന്നാൽ നമുക്ക് സീറ്റ് മറിച്ചിടാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഒറിജിനൽ ഫ്ലോർ മാറ്റ്. ഇത് ഒരു സൈഡ് സീറ്റിൻ്റെ ബാക്കിലേക്ക് ഇങ്ങനെ പ്രസ് ബട്ടൺ ചെയ്യും. ഒരു സൈഡ് ഇതേപോലെ തന്നെ ഫ്ലോറിൽ കാണുന്ന ആ പ്രസ് ബട്ടണിലേക്ക് പ്രസ് ചെയ്ത് വെക്കും. പിന്നെ ഈ മോഡലിൽ മറ്റൊരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ടൂൾ കിറ്റും ജാക്കിയും എഞ്ചിൻ റൂമിൻ്റെ അകത്ത് വരുന്ന കാരണം നമുക്ക് ഈ ഭാഗത്ത് വേറെ ബുദ്ധിമുട്ടുകളൊന്നും വരുന്നില്ല. നമുക്ക് ഈ ഭാഗത്ത് സ്റ്റെപ്പിന് മാത്രമേ നമുക്ക് ആകെ അകത്ത് വരുന്നുള്ളൂ. നമുക്ക് റിയർ ഡോറിലേക്ക് നോക്കുകയാണെങ്കിൽ അന്നും ഇതേപോലെ ഒരു ചൈൽഡ് ലോക്കിനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡോർ ഹാൻഡിൽ ചെറിയ ഡാമേജ് വരികയുണ്ട്. ഇപ്പോൾ നമുക്കത് കിട്ടാനില്ല അത്. അതേപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ഡോർ പാഡ് ഒറിജിനൽ വന്നിരുന്നത് വെച്ചാൽ. അതേപോലെ തന്നെ ലോക്ക് ഒരു ചെറിയൊരു നോബായിരിക്കും. അതേപോലെ തന്നെ സെൻറ്ററിലുള്ള പോലെ തന്നെ സൈഡിൽ ഒരു ഡോറിൽ സിഗരറ്റ് ലൈറ്റർ വരും. മൊത്തം 2 സിഗരറ്റ് ലൈറ്ററാണ് ഈ വെഹിക്കിളിൽ വരുന്നത്. പിന്നെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ റൂഫിൽ ഒറിജിനലായിട്ട് വന്നിരുന്നത് ഇങ്ങനെയുള്ളൊരു കുത്തുള്ളൊരു ഫാബ്രിക് ക്ലോത്താണ്. അതിൻ്റെ സൈഡിലായിട്ടൊരു വൈറ്റ് ബീഡിങ്ങിലാണ് നിൽക്കുന്നത്. അതിപ്പോൾ നിലവിൽ കുറച്ച് അഴുക്കുണ്ട്.
അതേപോലെ തന്നെ ഫ്രണ്ട് ഫ്ലോർ മാറ്റ്, ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ ഫ്ലോർ മാറ്റ്. ഡിലക്സിന് വേറെ കളറിൽ ഗോൾഡൻ കളറിലാണ് അന്ന് വന്നിരുന്നത് വെച്ചാൽ, സ്റ്റാൻഡേർഡിൽ ഇങ്ങനെ ഇതൊരു പ്രസ് ബട്ടണിലും അടിയിൽ ഒരു സെക്കൻഡ് ലെയർ ഹോളായിട്ടുള്ളൊരു ഫ്ലോർ മാറ്റും കൂടി വരും. അന്നത്തെ ഇതേപോലെ തന്നെ ഒരു പ്രസ് ബട്ടണിലാണത് സെക്കൻഡ് ലെയർ ഫ്ലോർ മാറ്റ് പ്ലഗ് ചെയ്ത് വെക്കുന്നത്. പിന്നെ ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയലാണ് അന്ന് ഇതിൽ അതേ ഷേപ്പിൽ സൈഡ് കവറായിട്ട് യൂസ് ചെയ്തിരുന്നത് വെച്ചാൽ. ഇതാണ് ഇതിൻ്റെ ഓണേഴ്സ് മാനുവൽ. ഇത് ഇന്ത്യയിൽ മാരുതി 800 എന്ന് പറഞ്ഞാണ് അന്ന് പ്രിൻറ്റ് ചെയ്ത് വന്നിരുന്നത് വെച്ചാൽ. അന്ന് കേരളത്തിലുണ്ടായത് ആകെയുള്ള ഒരു ഡീലർ പോപ്പുലർ വെഹിക്കിൾസ് ആൻഡ് സർവീസ് ആയിരുന്നു. അപ്പോൾ അവരുടെ സീലും സർവീസസൊക്കെ കാണാം. അതേപോലെ തന്നെ ഇതിനകത്ത് വരുന്നത് കീ നമ്പർ, അത് മാരുതി എന്നാണ് കൊടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കീ വന്നിരുന്നത് വെച്ചാൽ സുസുക്കിയുടെ ആയിരുന്നു. സുസുക്കിയുടെ എൻഗ്രേവിങ്ങുള്ള കീ ആണ്. അതിൽ നമുക്ക് കീ നമ്പർ, അത് എക്സ്ട്രാ കീ വന്നിരുന്നത് വെച്ചാൽ അതിലും ഉള്ള നമ്പർ സെയിം ആയിരിക്കും. അപ്പോൾ ഇതിൽ SS80 പറ്റിയുള്ള ചെറിയൊരു വിവരണമാണ്. അപ്പോൾ ഇതിൽ തെറ്റായ എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ റിപ്ലൈ തരിക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.